ഇന്നത്തെ ഗോസ്പല് യേശുവിൻ്റെ മരണത്തോടടുത്ത് നിൽക്കുന്ന സമയത്താണ്. ആ സമയത്താണ് യേശു തൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് നിന്നിട്ട് പറയുന്നത്, എൻ്റെ അപ്പൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതാണ് ആ വാക്കിൻ്റെ പ്രത്യേകത. മരിക്കാൻ പോവുകയാണ്, അപ്പൻ കാരണമാണ് ഈ മരണം, അപ്പൻ്റെ ഇഷ്ടമാണ് ഈ മരണം. അങ്ങനെ വലിയൊരു വേദനയിൽ മുമ്പ് കടക്കും മുമ്പാണ് മകൻ്റെ ഈ വാക്ക്. എന്നിട്ട് ഒരു കാര്യം കൂടി യേശു കൂട്ടിച്ചേർത്തു, എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഈ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും അത് പൂർണ്ണമാകാനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. വലിയൊരു ക്രൈസിസിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ക്രൈസിസ് അല്ല, എൻ്റെ അപ്പുറത്തേക്കൊരു സാധ്യതയില്ല, ജീവനും ജീവിതത്തിനും പോലും സാധ്യതയില്ലാത്തൊരു സമയമാണ്. എന്നാലും അവിടെ നിന്ന് യേശു തൻ്റെ അപ്പനെ ഓർത്തു. എന്നിട്ട് ഉള്ളിൽ സന്തോഷമാണെന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. എങ്ങനെ ഒരാൾക്ക് ഇതൊക്കെ പറയാൻ പറ്റും? ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുമോ? ആരെയും പഴിച്ചാരാതെ വലിയൊരു സ്നേഹത്തെ ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞു കൊടുത്ത ഒരാളെയാണ് ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇതൊന്നും നമ്മൾ വലിയൊരു ക്രൈസിസ് കൂടെ കടന്നു പോകുമ്പോൾ, സഹനത്തിൻ്റെയും കണ്ണീരിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തെ പഴിചാരും. ദൈവത്തിന് കണ്ണില്ലേ എന്ന് പറയും, ദൈവമുണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ വലിയൊരു സഹനത്തിൻ്റെ സമയത്ത് യേശു പറഞ്ഞത്, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നു എന്നാണ്, എൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ടെന്നാണ്. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ പറഞ്ഞാലാണ് നമ്മളും മറ്റൊരു ക്രിസ്തുവായി മാറുന്നത്. ഇങ്ങനെയൊക്കെ പറയാത്തിടത്തോളം നമ്മൾ ക്രിസ്തുവിൽ നിന്ന് ഒത്തിരി അപരിചിതരായിക്കൊണ്ടേയിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.